ഹലോ എവരി വൺ, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ +1 ഫസ്റ്റ് ചാപ്റ്ററും ഏറ്റവും ഈസിയുമായ സെറ്റ്സ് എന്നുള്ള ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു ഫോർമുലയും ഇക്വേഷൻസും ഒന്നും പഠിച്ചെടുക്കാതെ തന്നെ വളരെ എളുപ്പത്തിൽ എഴുതിയെടുക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് സെറ്റ്സ്. ഒന്നും പഠിക്കാത്തവർക്ക് പോലും ചെറുതായി ഒന്ന് പരിശ്രമിച്ചു കഴിഞ്ഞാൽ സെറ്റ്സ് എന്നുള്ള ചാപ്റ്ററിലെ എല്ലാ മാർക്കും നമുക്ക് സ്കോർ ചെയ്തെടുക്കാൻ പറ്റും. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഡിസ്ജോയിൻറ്റ് സെറ്റിനെ കുറിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ ഇസ്, ഇഫ് ടു സെറ്റ്സ് എ ആൻഡ് ബി ആർ ഡിസ്ജോയിൻറ്റ് സെറ്റ്സ്, then which among the following is true? It's given that A and B are disjoint sets. So disjoint sets എന്താണെന്ന് അറിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇത് ചെയ്യാൻ പറ്റും. സോ ഈ 4 ഓപ്ഷൻസ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഈ 4 ഓപ്ഷൻസിൽ കറക്റ്റ് ഓപ്ഷൻ ഏതാണെന്ന് സെലക്ട് ചെയ്യുക. സോ ഇഫ് എ ആൻഡ് ബി ആർ ടു ഡിസ്ജോയിൻറ്റ് സെറ്റ്, അതായത് എയും ബിയും 2 ഡിസ്ജോയിൻറ്റ് സെറ്റുകളാണെങ്കിൽ ഒരൊറ്റ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മതി. അതായത് എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു നൾ സെറ്റ് ആയിരിക്കും. അതായത് എയിലും ബിയിലും കോമൺ ആയിട്ട് എലമെൻറ്റ്സ് ഒന്നും ഉണ്ടായിരിക്കുന്നതല്ല. ഫോർ എക്സാമ്പിൾ, ലെറ്റ് എ ഈസ് ഈക്വൽ ടു സെറ്റ് 1 and 2, ബി ഈസ് ഈക്വൽ ടു സെറ്റ് എ ആൻഡ് ബി. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാൻ പറ്റും എ എന്ന് പറയുന്നത് 1 to ബി എന്ന് പറഞ്ഞാൽ എ ആൻഡ് ബി. സോ രണ്ടും ഒരു തരത്തിലും ജോയിൻ ആവാത്ത സെറ്റുകളാണ്. സോ രണ്ടിൻ്റെയും ഇൻ്റർസെക്ഷൻ ചെയ്യുമ്പോൾ നൾ സെറ്റ് കിട്ടും നമുക്ക്. ദർഫോർ നമുക്ക് പറയാം എയും ബിയും ഡിസ്ജോയിൻറ്റ് സെറ്റുകളാണെന്ന് പറയാം. സോ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നതിൽ ഏത് ഓപ്ഷനാണ് കറക്റ്റ് എന്ന് നോക്കുക. സോ ഫോർത്ത് കണ്ടീഷൻ, എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു നൾ സെറ്റ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇതും 1 മാർക്കിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇസ്, ഫൈൻഡ് ദ സൊല്യൂഷൻ സെറ്റ് ഓഫ് ദ ഇക്വേഷൻ x² + x - 2 = 0 ഇൻ റോസ്റ്റർ ഫോം. സോ ഹിയർ ഇവിടെ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ തന്നിട്ടുണ്ട്. അതിൻ്റെ സൊല്യൂഷൻ നമ്മൾ റോസ്റ്റർ ഫോമിൽ എഴുതാം. സോ സൊല്യൂഷൻ means it is a quadratic equation, therefore it has 2 solutions. ഏതൊരു quadratic equation ആണെങ്കിലും അതിന് 2 solutions ഉണ്ടായിരിക്കും. So first write the equation. Given equation is x² + x - 2 = 0. Now let's find out the solution. ഇവിടെ ഫാക്ടറൈസേഷൻ മെത്തേഡിൽ നമുക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കാം. സോ ടേക്ക് ദ നമ്പർ 2. ഫാക്ടേഴ്സ് ഓഫ് 2 are 2 and 1. 1 into 2 means it is 2 itself. നെക്സ്റ്റ് നമ്മൾ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് എടുക്കുക. എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് മീൻസ് ഇറ്റ് ഈസ് 1 ആണ്. അതായത് സം ഓഫ് ദ നമ്പേഴ്സ് എന്ന് പറയുന്നത് 1 ആയിരിക്കും. അതായത് സമ്മ് +1ഉം പ്രൊഡക്റ്റ് -2ഉം നമുക്ക് കിട്ടണം. ഇവിടെ പ്രോഡക്റ്റ് നെഗറ്റീവ് ആയതുകൊണ്ട് ഒരെണ്ണം പോസിറ്റീവും രണ്ടാമത്തേത് നെഗറ്റീവും ആയിരിക്കും. മാത്രമല്ല ഇവിടെ സം എന്ന് പറയുന്നത് +1 ആണ്. സോ ബിഗർ നമ്പറിന് പോസിറ്റീവ് സൈനും സ്മോളർ നമ്പറിന് നെഗറ്റീവ് സൈനും ഇട്ട് കൊടുക്കുക. സോ +2 and -1. Therefore we can write it as x + 2 into x - 1 = 0. സോ ഈ രീതിയിൽ നമുക്ക് ഫാക്ടറൈസ് ചെയ്തെടുക്കാൻ പറ്റും ഇതിനെ. Therefore x is equal to -2 or x - 1 = 0 means x is equal to 1. സോ നമുക്ക് ഇക്വേഷൻ്റെ 2 സൊല്യൂഷൻ കിട്ടി, -2 and 1. ഇത് നമ്മൾ സെറ്റിൽ എക്സ്പ്രസ് ചെയ്തെടുക്കുന്നതിനെയാണ് റോസ്റ്റർ ഫോം എന്ന് പറയുന്നത്. Therefore s is equal to സൊല്യൂഷൻ എന്നുള്ളതിൽ s എഴുതാം. s is equal to സെറ്റ് -2 and 1. സോ 2 എലമെൻറ്റ്സും നമ്മൾ സെറ്റ് നൊട്ടേഷനിൽ എക്സ്പ്രസ് ചെയ്ത് എഴുതാം. ഇങ്ങനെ സെറ്റിലുള്ള എല്ലാ എലമെൻറ്റ്സും ഓരോന്നോരോന്ന് കോമ ഇട്ടിട്ട് എഴുതുന്ന ഈ മെത്തേഡിനെയാണ് നമ്മൾ റോസ്റ്റർ ഫോം എന്ന് പറയുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ, കൺസിഡർ ദ സെറ്റ് A is equal to set 2, 3, 5, 7 and B is equal to set 1, 2, 3, 4, 6 and 12. A question, find A intersection B. ഇത് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ബി, ഫൈൻഡ് A - B, B - A and hence show that A intersection B union A - B union B - A is equal to A union B. ഇത് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. സോ ടോട്ടൽ ഈ ക്വസ്റ്റ്യന് 4 മാർക്സ് ആണ്. ഇവിടെ ആദ്യം ചോദിച്ചിട്ടുള്ളത് A ഇൻ്റർസെക്ഷൻ ബി കാണാനാണ്. അതായത് A തന്നിട്ടുണ്ട്, B തന്നിട്ടുണ്ട്, A ഇൻ്റർസെക്ഷൻ ബി കണ്ടുപിടിക്കണം. സോ A ഇൻ്റർസെക്ഷൻ ബി മീൻസ് എയിലും അതുപോലെ തന്നെ ബിയിലും കോമൺ ആയിട്ട് വരുന്ന എലമെൻറ്റ്സ് എഴുതി കഴിഞ്ഞാൽ എ ഇൻ്റർസെക്ഷൻ ബി ആയി. സോ എയിലും ബിയിലും നോക്കുക, കോമൺ എലമെൻറ്റ്സ് ഏതാന്ന് നോക്കുക. ഹിയർ 2, 3, 5, 7. ബി മീൻസ് 1, 2, 3, 4, 6 and 12. കോമൺ എലമെൻറ്റ്സ് മീൻസ് 2 ഇവിടെ രണ്ടിടത്തിലും കോമൺ ആണ്, എയിലും ബിയിലും. അതുപോലെ തന്നെ 3 കോമൺ ആണ്. സോ 3 കോമൺ ആണ്.
വേറൊന്നും കോമൺ ആയിട്ടില്ല. സോ നമ്മൾ എ ഇൻ്റർസെക്ഷൻ ബി മീൻസ് ആ രണ്ട് എലമെൻറ്റ്സ് കോമൺ എലമെൻറ്റ്സ് എഴുതാം 2 and 3. സോ വി ഗോട്ട് എ ഇൻ്റർസെക്ഷൻ ബി. നൗ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ചോദിച്ചിട്ടുള്ളത് എ മൈനസ് ബി കാണാനാണ്. സോ എ മൈനസ് ബി ഈസ് ഈക്വൽ ടു, എ മൈനസ് ബി മീൻസ് എയിൽ നിന്ന് ബി സബ്ട്രാക്ട് ചെയ്യുക എന്ന് വെച്ചാൽ എന്താണ്, അതായത് എയിൽ നിന്ന് ബിയിലത്തെ എലമെൻറ്റ്സ് ക്യാൻസൽ ചെയ്ത് കളയുക. അതായത് നമ്മൾ ചെയ്യേണ്ടത് എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള എലമെൻറ്റ്സ് നോക്കുക. ഇതിവിടെ 2, 3 എന്ന് പറയുന്നത് കോമൺ എലമെൻറ്റ്സ് ആണ്. സോ ആ കോമൺ എലമെൻറ്റ്സ് എയിൽ നിന്ന് ഒഴിവാക്കി കളഞ്ഞാൽ ബാക്കി എയിൽ വരുന്ന എലമെൻറ്റ്സ് എന്താണോ അത് എഴുതുന്നതിനാണ് എ മൈനസ് ബി എന്ന് പറയുന്നത്. സോ എ ബി രണ്ട് സെറ്റ് എടുത്തിട്ട് ഈ കോമൺ എലമെൻറ്റ്സ് അതായത് 2, 3 എന്നുള്ളത് രണ്ടും ക്യാൻസൽ ചെയ്ത് കളയുക. 2, 3 ഒഴിവാക്കിയ റിമൈനിങ് എലമെൻറ്റ്സ് 5 and 7 ആണ്. സോ 5 and 7 ആണ് എ മൈനസ് ബിയിലുള്ള എലമെൻറ്റ്സ്. സിമിലർലി ബി മൈനസ് എ കണ്ടുപിടിക്കുക. ബി മൈനസ് എ എന്ന് പറയുമ്പോൾ ബിയിൽ നിന്ന് എയിലുള്ള എലമെൻറ്റ്സ് ക്യാൻസൽ ചെയ്ത് കളയണം. സോ അതായത് ബിയിൽ നിന്ന് എ ഇൻ്റർസെക്ഷൻ ബിയിലുള്ള എലമെൻറ്റ്സ് ഒഴിവാക്കിയാൽ മതി. സോ രണ്ട് സെറ്റ് എടുക്കുക. ബിയിൽ നിന്നുള്ള എലമെൻറ്റിൽ നിന്ന് കോമൺ എലമെൻറ്റ്സ് 2, 3 ഇവിടെ 2, 3 കോമൺ ആണ്. അത് പോയി കഴിഞ്ഞാൽ റിമൈനിങ് എലമെൻറ്റ്സ് 1, 4, 6 and 12. സോ സെറ്റ് 1, 4, 6 and 12. സോ ഈ 4 എലമെൻറ്റ്സ് ആണ് ബി മൈനസ് എ എന്ന് പറഞ്ഞ സെറ്റിലുള്ളത്. എ മൈനസ് ബിയും അതുപോലെ തന്നെ ബി മൈനസ് എയും രണ്ടും ഈക്വൽ ആയിരിക്കും എന്ന് വിചാരിക്കേണ്ട. രണ്ടും ഡിഫറെൻ്റ് ആയിട്ടാണ് കിട്ടുക. അപ്പോൾ എപ്പോഴും രണ്ടും രണ്ട് രീതിയിൽ തന്നെ ചെയ്യുക. രണ്ടും ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ അത് തന്നെ ആയിരിക്കും ബി മൈനസ് എ എന്ന് വിചാരിച്ചിട്ട് അത് എടുത്ത് എഴുതാൻ നിൽക്കണ്ട. ഇനി കാണേണ്ടത് ഷോ ദാറ്റാണ്. എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ എ മൈനസ് ബി യൂണിയൻ ബി മൈനസ് എ എന്നുള്ളത് എ യൂണിയൻ ബി എന്ന് പ്രൂവ് ചെയ്യണം. ഹിയർ വി ഹാവ് എ ഇൻ്റർസെക്ഷൻ ബി എ മൈനസ് ബി ആൻഡ് ബി മൈനസ് എ. ഈ മൂന്നെണ്ണത്തിൻ്റെയും യൂണിയൻ ചെയ്ത് കഴിഞ്ഞാൽ, മൂന്നും കൂടി യൂണിയൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എ യൂണിയൻ ബി കിട്ടുന്നുണ്ടെന്നാണ് കാണിക്കേണ്ടത്. ദർഫോർ എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ എ മൈനസ് ബി യൂണിയൻ ബി മൈനസ് എ, മൂന്ന് സെറ്റിൻ്റെയും യൂണിയൻ കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു എ ഇൻ്റർസെക്ഷൻ ബി മീൻസ് വി ഹാവ് സെറ്റ് 2, 3 നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ സെറ്റ് 2, 3 യൂണിയൻ, രണ്ടാമത്തെ സെറ്റ് 5, 7 യൂണിയൻ ആൻഡ് ബി മൈനസ് എ എന്ന് പറഞ്ഞാൽ 1, 4, 6, 12 മൂന്നിൻ്റെയും യൂണിയൻ. യൂണിയൻ കാണാൻ എന്ത് എഴുതിയാൽ മതി? എല്ലാ എലമെൻസും ഒരുമിച്ച് എഴുതിയാൽ മതി. അതായത് ഈ മൂന്ന് സെറ്റിലുള്ള ഈ മൂന്ന് സെറ്റ് എലമെൻസും നമ്മൾ ഒരുമിച്ച് എഴുതി കഴിഞ്ഞാൽ യൂണിയനായി. ദാറ്റ് ഈസ് സെറ്റ് കോമൺ എലമെൻറ്റ്സ് നോക്കുക. 1, 4, 6, 12 then so 1 then 2, 3 ഉണ്ട്, 2 and 3, 4 ഉണ്ട്, so 4, 5 ഉണ്ട്, then 6, 7, 12. so 6, 7 and 12 ഇത്രയും എലമെൻറ്റ്സ് ആണ് യൂണിയനിൽ വരുന്നത്. സോ നമുക്ക് LHS കിട്ടി. ഇനി നമ്മൾ അതിൻ്റെ RHS നോക്കുക. RHS എ യൂണിയൻ ബി ആണ്. സോ ഫൈൻഡ് ഔട്ട് എ യൂണിയൻ ബി. എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു, എ യൂണിയൻ ബി കാണാൻ എയിലും ബിയിലും എലമെൻറ്റ്സ് ഒരുമിച്ച് എഴുതിയാൽ മതി. സോ എ അറിയാം, ബി അറിയാം, ഒരുമിച്ച് എഴുതാം മീൻസ് കോമൺ എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അത് ഒരൊറ്റ തവണ എഴുതിയാൽ മതി. സോ എ ആൻഡ് ബി 1, 2, 3, 4, 6, 12 then here 5 and 7 കൂടി. സോ 1, 2, 3, 4 then 5, 6 and 7, 12. സോ ഇത്രയാണ് എ യൂണിയൻ ബിയിലെ എലമെൻറ്റ്സ്. രണ്ട് LHSഉം RHSഉം നമുക്ക് കിട്ടി. ഇനി നോക്കുക ഇത് രണ്ടും ഈക്വൽ ആണോ എന്നുള്ളത്. സോ നമുക്ക് നോക്കിയാൽ അറിയാം, രണ്ട് ഇക്വേഷൻ കമ്പയർ ചെയ്താൽ എല്ലാ എലമെൻസും സെയിം തന്നെയാണ്. Therefore from equation number 1 and 2 രണ്ട് ഇക്വേഷൻസും ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് എന്തെന്ന് പറയാം, ഇക്വേഷൻ നമ്പർ 1 is equal to ഇക്വേഷൻ നമ്പർ 2 എന്ന് പറയാം. അതായത് LHS is equal to RHS. Therefore A intersection B union A minus B union B minus A is equal to A union B എന്ന് പറയാം. ഇത്ര മാത്രമേ നമുക്ക് ഈ ക്വസ്റ്റ്യന് ചെയ്യേണ്ടതുള്ളൂ. സോ വളരെ ഈസിയായി 4 മാർക്ക് നമുക്ക് LHS equal to RHS എന്ന് പ്രൂവ് ചെയ്തിട്ട് മേടിക്കാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു വെരിഫിക്കേഷൻ ക്വസ്റ്റ്യൻ ആണ്. ഇതും ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ പറയുന്നത് ലെറ്റ് യു ഇസ് ഈക്വൽ ടു സെറ്റ് 1, 2, 3, 4, 5, 6, 7, 8 and A is equal to set 2, 4, 6, 8 and B is equal to set 2, 4, 8. യൂണിവേഴ്സൽ സെറ്റും എ ആൻഡ് ബിയും തന്നിട്ടുണ്ട്. ഫൈൻഡ് എ കോംപ്ലിമെൻറ്റ് ആൻഡ് ബി കോംപ്ലിമെൻറ്റ് ആൻഡ് ഫൈൻഡ് എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെൻറ്റ് ആൻഡ് വെരിഫൈ ദാറ്റ് എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെൻറ്റ് ഈക്വൽസ് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. ഇതുപോലുള്ള വെരിഫിക്കേഷൻ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ എ ബി മാത്രം ചോദിച്ചുകൊണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഒരുവിധം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ഫസ്റ്റ് കാണേണ്ടത് എ കോംപ്ലിമെൻറ്റ് ആൻഡ് ബി കോംപ്ലിമെൻറ്റ്. സോ സെറ്റ് എ തന്നിട്ടുണ്ട്, എ കോംപ്ലിമെൻറ്റ് ബി കോംപ്ലിമെൻറ്റ് കാണണം. സോ ഫസ്റ്റ് എ കോംപ്ലിമെൻറ്റ് കാണാം. എ കോംപ്ലിമെൻറ്റ് ഈക്വൽസ് ഹിയർ യു ഇസ് ഈക്വൽ ടു സെറ്റ് 1, 2, 3, 4, 5, 6, 7, 8 ആൻഡ് എ ഇസ് ഈക്വൽ ടു സെറ്റ് 2, 4, 6, 8.
എ കോംപ്ലിമെൻറ്റ് കാണാനായിട്ട് യൂണിവേഴ്സൽ സെറ്റ് മൈനസ് എ ചെയ്യുക. അതായത് യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് എയുടെ എല്ലാ എലമെൻസും റിമൂവ് ചെയ്ത് കളയുക. സോ യു 2 4 6 8 എന്നുള്ള ഈ 4 എലമെൻസും യുവിൽ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ ബാക്കി വരുന്ന എലമെൻറ്റ്സ് എഴുതാം. അതായത് 2 പോയി, 4 പോയി, 6 പോയി, 8 പോയി. റിമൈനിങ് എലമെൻറ്റ്സ് 1 3 5 ആൻഡ് 7. സോ നമുക്ക് എ കോംപ്ലിമെൻറ്റ് എഴുതാം 1 3 5 ആൻഡ് 7. സോ ഇതാണ് നമ്മുടെ എ കോംപ്ലിമെൻറ്റ്. ഇതുപോലെ ബി കോംപ്ലിമെൻറ്റും കണ്ടുപിടിക്കുക. ബി കോംപ്ലിമെൻറ്റ് കാണാനായിട്ട് യൂണിവേഴ്സൽ സെറ്റ് മൈനസ് ബി ചെയ്യുക. അതായത് ബി എന്ന് പറഞ്ഞ എലമെൻറ്റ്സ് യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യുക. ദഫോ ബി ഈസ് ഈക്വൽ ടു സെറ്റ് 2 4 8. ഈ 3 എലമെൻറ്റ്സും യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് ക്യാൻസൽ ചെയ്ത് കളയുക. സോ 2 4 8 ഈ 3 എലമെൻറ്റ്സും റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി വരുന്ന എലമെൻറ്റ്സ് എഴുതുമ്പോഴാണ് ബി കോംപ്ലിമെൻറ്റ് കിട്ടുന്നത്. അതായത് 1 3 5 6 7 ഇത്രയുമാണ് ബി കോംപ്ലിമെൻറ്റിലുള്ള എലമെൻറ്റ്സ്. Therefore we got A complement and B complement. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ A യൂണിയൻ B ഹോൾ കോംപ്ലിമെൻറ്റ് കാണണം. ക്വസ്റ്റ്യൻ നമ്പർ ബി A യൂണിയൻ B ഹോൾ കോംപ്ലിമെൻറ്റ് കാണണം. എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെൻറ്റ് കാണുന്നതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ എ യൂണിയൻ ബി എന്താണെന്ന് കണ്ടുപിടിക്കണം. സോ ഗിവൺ എ തന്നിട്ടുണ്ട്, അതുപോലെ ബിയും തന്നിട്ടുണ്ട്. സോ ആദ്യം നമുക്ക് എ യൂണിയൻ ബി എന്താണെന്ന് നോക്കാം. എ യൂണിയൻ ബി ഇസ് ഈക്വൽ ടു എയിലും ബിയിലും എലമെൻറ്റ്സ് ഒരുമിച്ച് എഴുതിയാൽ എ യൂണിയൻ ബി കിട്ടും. അതായത് സെറ്റ് 2 ഉണ്ട്, 4 ഉണ്ട്, അതുപോലെ 6 8. ഇവിടെ 2 4 8 മാത്രം. സോ 2 4 6 8. എ യൂണിയൻ ബി കോംപ്ലിമെൻറ്റ് ഇസ് ഈക്വൽ ടു യു മൈനസ് എ യൂണിയൻ ബി ആണ്. അതായത് എ യൂണിയൻ ബി എന്ന് പറഞ്ഞ ഈ എലമെൻറ്റ്സ് യു എന്ന് പറയുന്ന സെറ്റിൽ നിന്ന് റിമൂവ് ചെയ്യുക. അതായത് 2 4 6 8 യുവിൽ നിന്ന് റിമൂവ് ചെയ്യുക. റിമൈനിങ് എലമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. സോ റിമൈനിങ് വരുന്നത് 1 വരും, അതുപോലെ 3 വരും, 5 വരും, ദെൻ 7 വരും. സോ ഇതാണ് എ യൂണിയൻ ബി കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത്. സോ ബി ക്വസ്റ്റ്യനും നമുക്ക് കിട്ടി, എ യൂണിയൻ ബി കോംപ്ലിമെൻറ്റ് കിട്ടി. ഇനി തേർഡ് ക്വസ്റ്റ്യൻ ആണ് വെരിഫൈ ദാറ്റ് എ യൂണിയൻ ബി കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. അതായത് ഈ ക്വസ്റ്റ്യൻ്റെ ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് എ യൂണിയൻ ബി കോംപ്ലിമെൻ്റ് ആണ്. അത് ഓൾറെഡി നമുക്ക് ഇവിടെ ബി ക്വസ്റ്റ്യനിൽ കിട്ടിയിട്ടുണ്ട്, എ യൂണിയൻ ബി കോംപ്ലിമെൻറ്റ്. Therefore we can write A union B whole complement is equal to നമുക്ക് കിട്ടിയിട്ടുണ്ട് സെറ്റ് 1 3 5 7. ഇനി RHS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻ്റ് ആണ്. സോ എ കോംപ്ലിമെൻറ്റ് ബി കോംപ്ലിമെൻറ്റ് നമ്മൾ ഓൾറെഡി എ ക്വസ്റ്റ്യനിൽ കണ്ടതാണ്. അതിൻ്റെ ഇൻ്റർസെക്ഷൻ, അതായത് അതിൽ രണ്ടിലും വരുന്ന കോമൺ എലമെൻറ്റ്സ് നോക്കുക. അതായത് 1 3 5 7 ഈ 4 എലമെൻറ്റ്സ് ആണ് കോമൺ എലമെൻറ്റ്സ്. Therefore A complement intersection B complement is equal to set 1 3 5 7. Therefore രണ്ട് ഇക്വേഷൻസും ഇവിടെ സെയിം ആണ്. ഇത് ഇക്വേഷൻ നമ്പർ 1 എന്ന് മാർക്ക് ചെയ്യുക, ഇത് ഇക്വേഷൻ നമ്പർ 2 എന്ന് മാർക്ക് ചെയ്യുക. Therefore we can write from equation number 1 and equation number 2 LHS equal to RHS. അതായത് A union B whole complement equal to A complement intersection B complement.